അസ്സലാമലൈക്കും ഹായ് ഹലോ ഇന്നത്തെ നമ്മുടെ വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? നമ്മളിവിടെ കുഴപ്പമില്ലാണ്ട് ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ശരിക്കും കുഞ്ഞു വ്ളോഗ് തന്നെ വെറും 13 മിനിറ്റേ ഉള്ളൂ കേട്ടോ. എനിക്കിന്ന് ഫുള്ള് വീഡിയോ എടുക്കാൻ പറ്റിയില്ല, അതുകൊണ്ടാണ്. അപ്പോൾ എന്തായാലും മോർണിംഗ് ഉപ്പയും ഇക്കയും ഉമ്മയും കൂടി ഹോസ്പിറ്റലിലോട്ട് പോയിരിക്കുകയാണ്. 6 മണിയാകുമ്പോഴത്തേക്ക് അവർ പോയിട്ടോ. ഞാനും റിഹാനും ജിമ്മെല്ലാം കഴിഞ്ഞ് വന്ന് ഇതാ പിള്ളേർക്ക് കൊണ്ടുപോകാനുള്ള ലഞ്ച് ബോക്സ് ഒക്കെ റെഡിയാക്കി. നമ്മൾ ലഞ്ച് ബോക്സ് റെസിപ്പികളൊക്കെ ഇട്ടിട്ട് ഒരുപാട് ദിവസമായില്ലേ. ഞാൻ ഒരു ദിവസം അതിൻ്റെ വീഡിയോ ചെയ്യാം എന്ന് വിചാരിക്കുന്നുണ്ട്. ഒരു 3-4 വെറൈറ്റി ഉൾക്കൊള്ളിച്ചിട്ട് ലഞ്ച് ബോക്സ് റെസിപ്പി ചെയ്യാമെന്നൊക്കെ ഒരു പ്ലാൻ ഉണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഇതാ ഞാൻ അയൻകുട്ടീൻ്റെ ബാഗിലേക്കൊക്കെ എല്ലാം ആക്കി. അയൻകുട്ടിക്കാണെങ്കിൽ ഇന്ന് സ്കൂളിൽ പോകാൻ ഒരു മൂഡും ഉണ്ടായിരുന്നില്ല. ഭയങ്കര മടി പിടിച്ചൊരു ദിവസമാണ് കേട്ടോ. അവനക്ക് പോയി എന്നോട് ഇന്ന് പോണില്ല എന്നൊക്കെ പറഞ്ഞ് എനിക്ക് വയറുവേദന എന്നൊക്കെ പറഞ്ഞ് അവിടെ നിൽക്കുകയാണ്. ഞാൻ സമ്മതിച്ചേ ഇല്ല കേട്ടോ. കാരണം കഴിഞ്ഞ ആഴ്ച ഇതുപോലെ വയറുവേദന എന്ന് പറഞ്ഞിട്ട് അവൻ സ്കൂളിൽ പോയില്ല. സ്കൂൾ ടൈം കഴിഞ്ഞപ്പോഴത്തേക്കും അവൻ്റെ വയറുവേദനയൊക്കെ മാറി. അപ്പോൾ അതേപോലെ ആവണ്ട പറഞ്ഞിട്ട് ഞാൻ അവനെ ഫോഴ്സ് ചെയ്ത് പറഞ്ഞയച്ചു. വീണ്ടും അവൻ തിരിച്ചു വരുന്നുണ്ട്. അപ്പോൾ ഞാൻ സാരല്ല, നീ പോയി അവിടെ സിക്ക് റൂമിൽ പോയി കിടന്നോ, കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഇവിടുന്ന് ആളെ വിളിപ്പിക്കരുത്, ഇവിടെ വരാൻ ആരുമില്ല എന്ന് പറഞ്ഞേക്ക് ടീച്ചറോട് പറഞ്ഞിട്ട് ഞാൻ അവനെ ഉന്തി തള്ളി പറഞ്ഞയക്കുമ്പോൾ നമുക്ക് വിഷമം തന്നെയാണ്. എനിക്ക് ഭയങ്കര വിഷമമാണ്. പക്ഷേ ഇങ്ങനെ വിട്ടു കഴിഞ്ഞാൽ മടിയാവും പറഞ്ഞിട്ട് ഞാൻ ഉന്തി തള്ളി പറഞ്ഞയച്ചു കേട്ടോ. അങ്ങനെ അവൻ പോയ ശേഷം ഞാൻ വേഗം വന്നതാ കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ഫുഡൊക്കെ എടുത്തേക്കുവാണ്. അപ്പം ഇന്ന് രാവിലെ ഞാൻ ഫ്രൂട്ട് ബൗൾ എടുക്കാമെന്ന് വിചാരിച്ചതാണ് കേട്ടോ കഴിക്കാൻ. പക്ഷേ പിള്ളേർക്ക് ഇഡലി ഉണ്ടാക്കിയപ്പോൾ അതിൽ 2 ഇഡലി ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ 2 ഇഡലിയും പിന്നെ കുറച്ച് ചമ്മന്തിയാണ് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ആക്കിയിട്ട് കഴിച്ചത്. ഇതിൻ്റെ കൂടെ തന്നെ 2 എഗ്ഗും കൂടെ കഴിക്കണം. പക്ഷെ ഞാൻ ഇന്ന് എടുത്തില്ല. ഫോട്ടോ അയച്ചു കൊടുത്തപ്പോൾ നമ്മുടെ എന്താ പറയുക കോച്ച് പറഞ്ഞു 2 എഗ്ഗ് വൈറ്റും കൂടെ കഴിക്കുക, നമ്മൾ 3 നേരം പ്രോട്ടീൻ എടുക്കണം നിർബന്ധമാണ് എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞാനിതാ ഇക്കാക്ക് വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ഹോസ്പിറ്റലിൽ എന്താണ് എങ്ങനെ എന്നൊക്കെ ചോദിച്ചിട്ട്. ആ സമയത്ത് അവൻ വീണ്ടും തിരിച്ചു വന്നു, കണ്ടില്ലേ. അപ്പം ഞാൻ ശരി, നീ ഒരു 1/2 മണിക്കൂർ റെസ്റ്റ് എടുത്തോ, ഓട്ടോ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞേക്കാന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ആൾ അവിടെ ഇരുന്നു. പിന്നെ എണിച്ചു, ഓക്കെ ഞാൻ പോവാന്ന് പറഞ്ഞു. പിന്നെ അവിടെ ഇരുന്നു. വയറുവേദന ഉണ്ടായിട്ടുണ്ടാവും, ഇല്ലാന്നില്ല. പക്ഷേ അത് ഒരു ഗ്യാസിൻ്റെയൊക്കെ പ്രശ്നം അവനക്ക് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവും. കുറച്ച് കഴിയുമ്പോൾ അത് മാറും. രാവിലെ എണിച്ച് കുറച്ചൊരു പ്രോബ്ലം കേട്ടോ. അപ്പോൾ ഇച്ചിരി കഴിഞ്ഞത് മാറുമ്പോൾ വെറുതെ സ്കൂൾ മിസ്സാക്കി എന്നുള്ളൊരു ഫീലാണ് കേട്ടോ എനിക്ക്. ഞാനിങ്ങനെ ഓരോ വഴക്കും പറയുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിൽ വഴക്ക് പറയുക പറഞ്ഞാൽ നമുക്ക് എന്തായാലും വിഷമം തന്നെയല്ലേ. നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് തന്നെയല്ലേ കുട്ടികളെ സ്കൂളിൽ പറഞ്ഞയക്കണതും ഒക്കെ. പെട്ടെന്ന് ലീവൊക്കെ എടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവന് കുറച്ച് ലീവ് തന്നെയാണ്. പിന്നെ സ്കൂൾ സ്റ്റാർട്ടിങ്ങിലേ ലീവ് വേറെ. അപ്പോൾ വേഗം പോയി അടിച്ചു വാരി എടുത്തു. അവസാനം ഞാൻ ഒരു വിധത്തിലും അവനക്ക് സപ്പോർട്ട് ആവില്ല എന്ന് തോന്നിയ നിമിഷം അവന് പോയിട്ടോ. സങ്കടമൊക്കെ ഉണ്ടായിരുന്നു പോയപ്പോൾ. അവൻ പോയി. പിന്നെ ഞാൻ വേഗം എന്ത് ചെയ്തു, ഉള്ളിലൊക്കെ അടിച്ചു വാരിയെടുത്തു. പിന്നെ വേസ്റ്റൊക്കെ കൊണ്ട് കളഞ്ഞു. ആ ഒരു ഏരിയയിൽ ഒരു കുഴി കുത്തിയേക്കുവാണ് കേട്ടോ. അതിലാണ് ഞാൻ ഫുഡ് വേസ്റ്റ് എല്ലാം ഇടുക. പിന്നെ വീട്ടിൽ കുറച്ച് പണികളൊക്കെ കഴിയുമ്പോഴത്തേക്ക് അവർ വന്നു. രാവിലെ 6 മണിക്ക് പോയിട്ട് 9:30 ആ ടൈമിൽ തിരിച്ചു വന്നു കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല, ഇവിടെ വന്നിട്ടാണ് കഴിച്ച്. പിന്നെ ഞാൻ അവർക്കുള്ള ബ്രേക്ക്ഫാസ്റ്റൊക്കെ ആക്കിയെടുത്തു. അപ്പം ഞാൻ ഇക്കാനോട് പറഞ്ഞു, നിങ്ങൾ ഇവിടെ എത്തണതിൻ്റെ 10 മിനിറ്റ് മുന്നേ പറഞ്ഞതാണ്, ഞാൻ ഉടനെ റെഡിയാക്കി വെച്ചിട്ടുണ്ടാവൂലേ, ഇത് വന്നിട്ട് പിന്നെയും നമ്മളൊരു 10 മിനിറ്റ് കാത്തിരിക്കണ്ടേ. അപ്പം എന്തായാലും ഇഡലിക്കൊക്കെ ഒഴിച്ച് വെച്ചു. പിന്നെ ചട്നി ഉണ്ടായിരുന്നു, പിന്നെ പൊടി അങ്ങനത്തെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ വേഗം എൻ്റെ പരിപാടികളൊക്കെ തീർക്കണം. ഇന്നത്തെ വ്ളോഗ് വലിയ വ്ളോഗ് ആക്കണം എന്നൊക്കെ വിചാരിച്ചാണ്, പക്ഷെ നടന്നില്ല. ഉമ്മാക്ക് അടുത്ത ആഴ്ച അഴിച്ചു നോക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ആഴ്ച ഈ ഒരു പ്ലാസ്റ്ററിൻ്റെ മുകളിലൂടെ തന്നെ സ്കാനൊക്കെ ചെയ്ത് നോക്കിയിട്ട് എക്സ്റേ എടുത്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കൂടി വരുന്നുണ്ട് എന്ന് പറയുകയും ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ലഞ്ചൊക്കെ ഉണ്ടാക്കണം. എനിക്ക് ഇന്ന് ഫിഷ് മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ ഐസ് കളയാൻ വേണ്ടി പുറത്ത് കൊണ്ടുപോയി വെച്ചേക്കുവാണ്. പിന്നെ ഈ കമൻറ്റിൻ്റെ കാര്യം എനിക്ക് ഭയങ്കര കൺഫ്യൂഷനായിട്ടുള്ള ഒരു കാര്യമാണ് കമൻറ്റ്. എന്ത് ചെയ്യണമെന്ന് അറിയാത്തൊരു വിധത്തിലുണ്ടാവില്ലേ. ഭയങ്കര എന്ത് ചെയ്യണം എന്നുള്ളത് ഭയങ്കര ഒരു ടാസ്ക്കായി മാറിയിട്ടുണ്ട് കേട്ടോ എനിക്ക്. അതുകൊണ്ട് തന്നെ നമ്മുടെ വീഡിയോ കാണൽ ഭയങ്കര കുറഞ്ഞിട്ടുണ്ട്. കുറേ പേര് കാണുന്നില്ല ഇപ്പോൾ. ഞാൻ എന്ത് ചെയ്യണം നിങ്ങൾ പറയൂ. നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് വീഡിയോ എടുത്ത്, നിങ്ങൾ ഡെയിലി വേണമെന്ന് പറഞ്ഞതുകൊണ്ടാണ് നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് വീഡിയോ ഒക്കെ എടുത്ത് അപ്ലോഡ് ആക്കുന്നത്.
മനസ്സിലായോ? അപ്പോൾ ഇന്നലത്തെ വീഡിയോൻ്റെ വ്യൂ കണ്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സങ്കടം തോന്നി. എന്തിനാണ് ഡെയിലി വീഡിയോ ഇടുന്നത് എന്ന് വരെ എനിക്ക് തോന്നാൻ തുടങ്ങിയിട്ടാ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ നമ്മുടെ ബ്രെഡ് പിസ്സ ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ നിങ്ങൾ എഗ്ഗ് ചേർത്തിട്ട് മാത്രം ഉണ്ടാക്കി നോക്കുക കേട്ടോ. അല്ലാണ്ട് ഉണ്ടാക്കരുത്, കാരണം കിട്ടൂല, നമുക്കതിൽ കിട്ടൂല കേട്ടോ. പിന്നെന്താണ്, ഞാൻ വേഗം ചായക്ക് വെച്ച് എല്ലാവർക്കും ചായ കൊണ്ടു കൊടുത്തു. പിന്നെ മഴയുണ്ട്, മഴ ഇവിടെ ഭയങ്കരമായിട്ട് പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അത് നമുക്ക് നമ്മളെ ഒരു തുണികളൊന്നും ഉണങ്ങി കിട്ടാത്ത രീതിയിലുള്ള മഴ ഉണ്ടാവില്ലേ, അങ്ങനത്തെ മഴയാണ് കേട്ടോ പെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ രാവിലത്തെ സീനൊക്കെ ഞാൻ ഇക്കാനോട് പറഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ചിരിക്കുകയാണ്. പിന്നെ ഇക്ക ജോലിക്ക് പോയി, ഇന്ന് ലീവ് ആക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ജോലിക്ക് പോയിട്ടോ. നമ്മുടെ ചവിട്ടിയില്ലേ, നായി കടിച്ച് കേട് വരുത്തിയിട്ടുണ്ട്, അതാണ് ഞാൻ മുറ്റത്ത് ഇട്ടേക്കുന്നത്. മഴ തന്നെ അത് ഏകദേശം വൃത്തിയായിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിൻ്റെ 2 സൈഡ് കട്ട് ചെയ്തെടുക്കണം, എന്നാലേ നമുക്ക് സിറ്റ് ഔട്ടിൽ കയറ്റാൻ പറ്റുള്ളൂ. അങ്ങനെ ഇക്ക പോയ ശേഷം ഗേറ്റ് അടച്ചു. എനിക്ക് കുറച്ചധികം പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ പാത്രം കഴുകാൻ വേണ്ടിയിട്ട് വന്നു. നമുക്ക് വെയിറ്റ് ലോസ് ഇല്ലെങ്കിലും ഫാറ്റ് ലോസ് ഉണ്ടോ എന്നൊരു ഡൗട്ട് ഉണ്ട്. കാരണം എൻ്റെ ഡ്രസ്സുകളൊക്കെ ഉള്ളതിനേക്കാൾ ലൂസായി വരാറുണ്ട്, വരുന്നുണ്ട് എനിക്ക്. നിങ്ങളുടെ അഭിപ്രായം ഒന്ന് പറയൂ, എന്നെ കാണുമ്പം എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് എന്നുള്ളതൊന്ന് പറയൂ കേട്ടോ. ഒരുപാട് പാത്രങ്ങളുണ്ടായിരുന്നു കേട്ടോ രാവിലെ കഴുകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് വേഗം വേഗം കഴുകിയെടുത്തു. പിന്നെ നമ്മുടെ വീഡിയോക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ, ലൈക്ക് ചെയ്യാതെ ഇരിക്കരുത് പ്ലീസ് പ്ലീസ് പ്ലീസ്. ഓക്കെ. പിന്നെന്താണ്, നമ്മുടെ ഫുൾ ഡേ ഒരു ഡയറ്റിൻ്റെ ചാർട്ട് പറഞ്ഞു തരുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ചെയ്യാം കേട്ടോ ഒരു ദിവസം. അന്ന് ഞാൻ എൻ്റെ മാത്രം വ്ളോഗ് എടുത്താലോ എന്ന് ആലോചിക്കുകയാണ്, വേറെ ആരും ഇൻക്ലൂഡ് ചെയ്യാണ്ട്. ഞാൻ രാവിലെ കഴിക്കുന്നത്, ഉച്ചയ്ക്ക് കഴിക്കുന്നത്, രാത്രി കഴിക്കുന്നത്, പിന്നെ എന്തെല്ലാം ആക്ടിവിറ്റീസ് ചെയ്യുന്നുണ്ട് അതെല്ലാം കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വ്ളോഗ് അങ്ങനെ എടുത്താലോ എന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത്. അങ്ങനെ ഞാൻ ചോറ് വയ്ക്കാൻ വേണ്ടിയിട്ട് അരിയൊക്കെ എടുക്കാൻ പോയി. അപ്പോഴാണ് ഞാൻ ബ്രഞ്ച് കഴിച്ചിട്ടില്ല എന്നുള്ള ഓർമ്മ വന്നത്. അപ്പോൾ ഞാൻ റോബസ്റ്റ് എടുത്തിട്ട് വന്നു. ഞാൻ റോബസ്റ്റ്, ആപ്പിളോ പിന്നെ സ്ട്രോബെറി അങ്ങനത്തെ കഴിക്കുക. എൻ്റെ കയ്യിൽ എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള ഫ്രൂട്ട് അനാറ്, ആപ്പിള്, റോബസ്റ്റ്, ഗ്രീൻ ആപ്പിൾ ഇങ്ങനെയൊക്കെ ആയിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ ഈസി റോബസ്റ്റ് അല്ലേ, അപ്പോൾ റോബസ്റ്റ് എടുത്തു. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ ചോറ് വയ്ക്കാനുള്ള അരിയൊക്കെ കുക്കറിലിട്ടു. ഇന്ന് ഫിഷ് കറി ഉണ്ടായതുകൊണ്ട് ഞാൻ കുറച്ചധികം ചോറ് വയ്ക്കുന്നുണ്ട്. ഫിഷ് കറി ഇല്ലെങ്കിൽ നമുക്ക് ഇച്ചിരി ചോറ് മതി കേട്ടോ. അങ്ങനെ നമ്മുടെ റോബസ്റ്റിൻ്റെ ഫോട്ടോ ഒക്കെ എടുത്ത് അയച്ചു കൊടുത്തിട്ടുണ്ട് അവർക്ക്. പിന്നെന്താണ്, പിന്നെ നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ പറയൂ കേട്ടോ. ഞാനിനി എന്താ ചെയ്യേണ്ടത് നിങ്ങൾ എന്നെ ഒന്ന് പറയൂ. കുറേ കൂട്ടർ പറയും കമൻറ്റ് വായിക്കണ്ട പറയും, കുറേ കൂട്ടർ പറയും കമൻറ്റ് വായിക്കണം പറയും. അപ്പോൾ ഞാൻ എൻ്റെ ഒരു തീരുമാനം എടുക്കാം എന്ന് വിചാരിച്ചത്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കമൻറ്റ്സിനൊക്കെ ഞാൻ റിപ്ലൈ തരാം. ഓക്കെ, ഇതിലൂടെ, അതായത് വീട്, ജോലി അങ്ങനത്തെയൊക്കെ ഉണ്ടാവില്ലേ കുട്ടികളുടെ. കാരണം പുതിയ പുതിയ ആൾക്കാർ വരുന്നവർക്കൊക്കെ അത് അറിയാനുള്ള താല്പര്യം വീണ്ടും വീണ്ടും ഉണ്ട്. ഇതേപോലെ തന്നെ നമ്മുടെ സൈഡിലുള്ള വീടിൻ്റെ അതാരാണ്, എന്താണ്, എങ്ങനെയാണ് എന്നെല്ലാം ഒക്കെ ചോദിച്ചിട്ടൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. ആ കുട്ടി ആരുടെയാണ് എന്നുള്ളത്. ഇവിടുത്തെ മൂത്താപ്പാൻ്റെ പേരക്കുട്ടിയാണ് കേട്ടോ. മൂത്താപ്പാൻ്റെ പേരക്കുട്ടിൻ്റെ പേരക്കുട്ടി. ഓക്കെ, അങ്ങനെയാണ് കേട്ടോ ആ കുട്ടി, ചെറിയ കുട്ടി. പിന്നെ അതേപോലെ അവിടെ താമസിക്കുന്നത് ഇവിടുത്തെ മൂത്താപ്പാൻ്റെ മോനാണ്, വൈഫും പിന്നെ അവർക്ക് 2 കുട്ടികൾ. അങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പോൾ അവരധികം വീഡിയോയിൽ വരാൻ ഇൻട്രസ്റ്റ് കാണിക്കാറില്ല, അതുകൊണ്ട് ഞാൻ വീഡിയോ എടുക്കാറില്ല. പിന്നെ വീടൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല കേട്ടോ, അത്ര വലിയ ഇൻട്രസ്റ്റ് ഇല്ല അവർക്ക്. യൂട്യൂബിൽ വലിയ ഇതില്ല. കുട്ടിയും പിന്നെ അവരുടെ കുട്ടികളൊക്കെ വരും, അല്ലാണ്ട് ഹസ്ബൻഡും വൈഫിനും താല്പര്യമില്ല കേട്ടോ. അപ്പോൾ താല്പര്യം ഇല്ലാത്ത അവിടെ നമ്മൾ ഒരിക്കലും പോയി എടുക്കാൻ പാടില്ല, കാരണം അവരുടെ പ്രൈവസിയാണ്. അങ്ങനെ തുണികളൊക്കെ ഞാൻ ഉണങ്ങാനിട്ട ശേഷം ലഞ്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വന്നു. ഞാൻ ഇന്ന് ഫിഷ് കറിയാണ് തയ്യാറാക്കിയിട്ട് എടുക്കുന്നത്, നമ്മുടെ സാധാരണ ഫിഷ് കറി. അതിൽ ഞാൻ റെസിപ്പി ഒന്നും കാണിക്കുന്നില്ല കേട്ടോ. അപ്പുറത്ത് ഞാൻ മസാല കൂട്ടി നമ്മുടെ അയില ഓരോന്നായി വെച്ച് കൊടുക്കുന്നുണ്ട്. ഇന്ന് ഫുൾ അയില വറുത്തെടുക്കാമെന്ന് വിചാരിച്ചു. എനിക്ക് ഇങ്ങനെ മീൻ വറുക്കുന്നതാണ് ഇഷ്ടം കേട്ടോ, മുറിച്ച് വറുക്കണേക്കാട്ടിലും ഇഷ്ടം ഇങ്ങനെ വറുക്കുന്നതാണ്. ഇപ്പുറത്ത് നമ്മുടെ അയില ഏകദേശം ആയിട്ടുണ്ട്. അതിലോട്ട് തേങ്ങ അരച്ചത് ഞാനങ്ങ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇഷ്ടമുള്ള കൺസിസ്റ്റൻസി ആക്കുക. നമ്മൾ കറിവേപ്പിലേ കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് ഇറക്കി വെക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്ന് എന്തായാലും നമ്മൾ ഡയറ്റ് തുടങ്ങിയതല്ലേ, എനിക്ക് വേണ്ടിയിട്ട് ലഞ്ചിന് എന്താ ഉണ്ടാക്കുന്നത് എന്നുള്ളതും കൂടെ ഇതിൽ കാണിച്ചു തരാം കേട്ടോ.
നമ്മളിന്ന് സോയ വെച്ചിട്ട് നല്ലൊരു അടിപൊളി സാലഡാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇപ്പുറത്തതാ നമ്മൾ ഫിഷ് ഇങ്ങനെ ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട്. ഫിഷ് ഉണ്ടല്ലോ ഫ്രൈ ആക്കുമ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ല മുരിച്ചെടുക്കണം. അപ്പോഴാണ് ആ ഫിഷ് ഫ്രൈൻ്റെ ടേസ്റ്റ് ഭയങ്കരമായിട്ട്. അപ്പോൾ ഡയറ്റ് ഫുഡ് ആയതുകൊണ്ട് കറക്റ്റ് ഒരു സ്പൂൺ എണ്ണ, കൂടുതൽ വേണ്ട. പിന്നെ ഒരു 1/2 സ്പൂണ് മുളക് പൊടി, ഒരു 1/4 സ്പൂൺ ഡ്രൈ മാംഗോ പൗഡർ, പിന്നെ മഞ്ഞൾപ്പൊടി, പിന്നെ ഇതാ ഉപ്പ്. എന്നിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ആക്കി എടുക്കുക കേട്ടോ. ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്താൽ മതി നമ്മുടെ തീ, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. പിന്നെ നമ്മുടെ സോയ അതിലോട്ടങ്ങ് തട്ടിയെടുത്തിട്ട് നന്നായിട്ടങ്ങ് മിക്സ് ആക്കി എടുക്കാം. ഇനി നമുക്കിത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നല്ലപോലെ ഫ്രൈ ആക്കിയിട്ട് എടുക്കണം കേട്ടോ. അപ്പം ഞാൻ ടേസ്റ്റിന് വേണ്ടിയിട്ട് ഇച്ചിരി കസൂരി മേത്തിയും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇങ്ങനെ മുരിഞ്ഞ് വരട്ടെ. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോഴത്തേക്കും നമുക്ക് ഇതിലോട്ട് കുറച്ച് വെജിറ്റബിളൊക്കെ ആവശ്യമുണ്ട് കേട്ടോ. അതൊക്കെ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇച്ചിരി എരിവും കൂടെ ഇരുന്നോട്ടെ പറഞ്ഞിട്ട് ഞാൻ കുറച്ച് പെപ്പറിൻ്റെ പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ദാ ഈ ഒരു ലെവലായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് മാറ്റി വെക്കാം. ഇതിലോട്ട് വേണ്ട വെജിറ്റബിളൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനൊരു ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട് നമ്മുടെ സോയ, കണ്ടില്ലേ. ഇനി നമുക്ക് ഇതിലോട്ട് വേണ്ട വെജിറ്റബിൾ ഇതൊക്കെയാണ്. ചോപ്പ്ഡ് ഒനിയൻ, ചോപ്പ്ഡ് ടൊമാറ്റോ, പിന്നെ കുക്കുംബർ, ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റ്. ഇതാണ് നമുക്ക് വേണ്ടത് കേട്ടോ. അപ്പം ഞാൻ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് പൊടികളായിട്ട് ഇനി വേണ്ടത് ടേസ്റ്റ് മേക്കറായിട്ട് യൂസ് ചെയ്യാം. നമ്മുടെ ചാട്ട് മസാല യൂസ് ചെയ്യാം, ഡ്രൈ മാംഗോ പൗഡറും യൂസ് ചെയ്യാം. ഞാൻ എന്തായാലും ഡ്രൈ മാംഗോ പൗഡർ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തപ്പോൾ അതിനെ അങ്ങ് മേലെ കൂടെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു. ഇതുപോലെ നന്നായിട്ട് അങ്ങ് മിക്സ് ആക്കിയിട്ട് എടുത്തിട്ട് നിങ്ങൾക്ക് ഇതിലോട്ട് വേണമെങ്കിൽ നല്ല കട്ടിയുള്ള നമ്മുടെ തൈരില്ലേ അതും കൂടെ ആക്കിയിട്ട് കഴിക്കാം. അല്ല ഇങ്ങനെ കഴിക്കണമെങ്കിൽ ഇങ്ങനെയും കഴിക്കാം. അപ്പോൾ എന്തായാലും ഞാൻ ഡ്രൈ മാംഗോ പൗഡർ ഇച്ചിരിയും കൂടി ആക്കി കൊടുക്കുന്നുണ്ട്. കുറച്ച് മല്ലിയിലയും കൂടി തൂവി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് എക്സ്ട്രാ നാരങ്ങയുടെ നീരൊന്നും വേണ്ട, കാരണം ഈ മാങ്ങൻ്റെ പൊടിക്ക് കുറച്ച് പുളി ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ലഞ്ച്. ഓക്കെ, പിന്നെ ഞാൻ പോയി കുക്കിംഗ് ഒക്കെ കഴിഞ്ഞപ്പോൾ ഒത്തിരി പാത്രങ്ങൾ എനിക്ക് കഴുകാനുണ്ടായിരുന്നു. അതിനെയൊക്കെ ഒന്ന് കഴുകി. പിന്നെ രണ്ടാമത്തെ വാഷിംഗ് ഉണ്ടായിരുന്നു, അതിനെയും കൊണ്ടുപോയി ഇട്ടു. തുണികൾ ഉണങ്ങി കിട്ടുന്നില്ല, അതാണ് ഒരു വലിയൊരു പ്രയാസം കേട്ടോ. അപ്പോൾ കുറേ പാത്രങ്ങൾ ഉണ്ടായിരുന്നു, അതെല്ലാം കഴുകി. ഇനി തുടയ്ക്കാനുണ്ട്. പിന്നെ പോയി കുളിക്കണം, വന്നിട്ട് ഫുഡ് കഴിക്കണം, അതേപോലെ തന്നെ റെസ്റ്റ് എടുക്കണം. അപ്പോൾ ഞാൻ വന്നിട്ട് നമ്മൾ വീട്ടിൽ ഉമ്മാനെയൊക്കെ കാണാൻ വേണ്ടി കുറേ ആൾക്കാർ വന്നപ്പോൾ പിന്നെ ഞാൻ വീഡിയോ എടുക്കാനൊന്നും നിന്നില്ല കേട്ടോ. പിന്നെ 2 മണിയായി, നമ്മൾ വെള്ളിയാഴ്ചയും കൂടിയായിരുന്നു. 2 മണിയായി നമ്മൾ ഫുഡ് കഴിക്കാൻ കേട്ടോ. 2 മണി കഴിഞ്ഞു എന്ന് തന്നെ പറയാം. അങ്ങനെ ഇതാ എൻ്റെ പാത്രങ്ങളൊക്കെ കഴുകിക്കഴിഞ്ഞു. ഇനിയിപ്പോൾ വേഗം പോയി തുടച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ പരിപാടി, ഇന്നത്തെ വ്ളോഗും ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്ന ഒത്തിരി പേരുണ്ട്, ഇഷ്ടപ്പെടാത്ത ഒത്തിരി പേരുണ്ട്. ആരാണെങ്കിലും നമ്മുടെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണം. അതേപോലെ തന്നെ ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത്. മറ്റൊരു കുഞ്ഞു വീഡിയോ ആയിട്ട് ഇനിയും ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവർക്കും ബൈ. ഇറ്റ്സ് മീ ജിനി ഫ്രം പാലക്കാട്. അപ്പോൾ ലാസ്റ്റായിട്ട് ഞാൻ എന്ത് ചെയ്തു, നമ്മുടെ മുരിങ്ങയുടെ സീഡ് ഓയിൽ ഇല്ലേ, അത് ഇച്ചിരി തലയിലൊന്ന് അപ്ലൈ ചെയ്ത് മുഖത്തും കയ്യിലൊക്കെ ഒന്ന് തേച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് ഡ്രോപ്പ് മാത്രം എടുത്താൽ മതി. അപ്പോൾ ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ലിങ്ക് എന്നുള്ള ഒരു കമൻറ്റും കൂടെ ഇടുക. പിന്നെ നിങ്ങൾ കമൻ്റായിട്ട് ഒരു ഹാർട്ടെങ്കിലും എനിക്ക് തരണം. ലൈക്ക് ചെയ്യാൻ മറക്കരുത്, പ്ലീസ് 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 ഒന്ന് ലൈക്ക് ചെയ്യണേ. അപ്പോൾ എല്ലാവർക്കും ശരിക്കും ബൈ.